ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓഗസ്റ്റ് 14 തീയതിയിലത്തെ വീഡിയോയാണ് കേട്ടോ. നമ്മൾ കുത്താമ്പുള്ളിലേക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് ഓണത്തിൻ്റെ പർച്ചേസിങ്ങിന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ് ഇത്. 13 തീയതി നമ്മൾ വീടിൻ്റെ 2 സൈഡും മതിൽ കെട്ടാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ 13 തീയതി മെറ്റൽ, മണൽ, കല്ല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. JCB വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 14 തീയതി രാവിലെ കുളിച്ച് റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് JCBയുടെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓടി വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോണത് ഞാൻ, അച്ഛൻ, അമ്മ, ജാനി, അമ്മൂമ്മ, ചെറിയമ്മ, കുഞ്ഞച്ഛ, ഇത്ര ആൾക്കാർ കൂടിയിട്ടാണ്. ഉണ്ണിയില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് സ്കൂട്ടിയുമാണ് യാത്ര. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് കുറച്ച്, സ്കൂട്ടിയിൽ മുമ്പ് വീഡിയോ എടുക്കുന്നതിന് പരിധികളുണ്ടാവും. ജാനി കൂടിയുള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ എളുപ്പമല്ലല്ലോ. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ ചെന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി നേരെ ചെമ്പൂത്രയിൽ വന്നു. പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. 4 വീലിൻ്റെ എയറൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങളിനി അമ്മൂമ്മേനെയും കുഞ്ഞച്ഛനെയും ചെറിയമ്മേനെയും വെയിറ്റ് ചെയ്ത് പട്ടിക്കാട് പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. ഞാൻ അച്ഛന് ചോറ് കൊടുക്കാൻ നിൽക്കുന്ന സ്ഥിരം സ്ഥലത്ത് തന്നെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ അവർ വന്നു, അവരെ എടുത്തു. എനിക്ക് വീഡിയോ എടുക്കലും എല്ലാതും ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാതും അങ്ങോട്ട് കവർ ചെയ്യണമെന്ന് വിചാരിച്ചാലും എനിക്ക് പലപ്പോഴും വീഡിയോ ഫുള്ളേക്ക് കവർ ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അത് എന്തെങ്കിലും എന്താ പറയുക പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചോന്നമണ്ണ് നമ്മുടെ എന്താ പറയുക അക്വഡക്ക്, അതായത് ഇറിഗേഷൻ്റെ കനാലാണ് കേട്ടോ. അത് നമ്മൾ പീച്ചി ഡാമിൽ നിന്ന് വെള്ളം വിടുന്ന കനാലാണത്. അങ്ങനെ നമ്മൾ നമ്മുടെ കുതിരാൻ എത്തിയത്. പണ്ടൊക്കെ ഈ കുതിരാൻ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കുതിരാൻ എന്ന് പറയുന്ന സ്ഥലം. അമ്മാതിരി ബ്ലോക്കായിരിക്കും ഇവിടെ. വലിയ വണ്ടികളൊക്കെ എന്നും ആ റോട്ടിൽ കംപ്ലൈൻ്റ് ആവും. ഇപ്പോൾ ഈ തുരങ്കം വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ കുതിരാൻ തുരങ്കം ഗൈസ്. ഒരുപാട് പേർക്കറിയാം. ഞാൻ വലിയ എന്താ പറയുക, വലിയ ബിൽഡപ്പ് ഒന്നും കൊടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അപ്പം എന്നാലും പറയണു, ഒരു തൃശ്ശൂർക്കാരി എന്നുള്ള നിലയിൽ എനിക്കിതിൽ അഭിമാനിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതാണ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ കുതിരാൻ തുരങ്കം. അങ്ങനെ നമ്മൾ തുരങ്കത്തിലൊക്കെ കയറി. സംഭവം നമ്മൾ ഇടയ്ക്ക് കാണുന്നതാണെങ്കിലും നമുക്ക് ഇതിലെത്തിക്കഴിഞ്ഞ് വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സുഖം ഉണ്ടാവാറില്ല ഗൈസ്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാമല്ലോ. എനിക്കൊരു മനസ്സുഖം കിട്ടാറില്ല. ഞാൻ എന്ത് പോയാലും ഇത് വീഡിയോ എടുക്കും, പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയും. സ്ഥിരം പരിപാടിയാണത്. അങ്ങനെ ഇതാ നമ്മൾ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വാണിയമ്പാറ വഴിക്കാണ് പോകുക. നമ്മളങ്ങനെ വടക്കഞ്ചേരി അങ്ങനെ ചുറ്റി നമ്മൾ പോകാറില്ല. നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. വാണിയമ്പാറയിൽ നിന്ന് കടന്ന ഏളനാട്, മറ്റേ ചേലക്കര, പഴയന്നൂർ, അങ്ങനെ ആ റൂട്ട് പോയി തിരുവല്ലാമല അങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് വാണിയമ്പാറ സെൻറ്റർ കേട്ടോ. ഇവിടെയും മേൽപ്പാലത്തിൻ്റെ പണി നടക്കുകയാണ്. എനിക്ക് അന്നത്തെ ആ പനി വന്നതിൻ്റെ മൂക്കടപ്പും ആ ഒരു സൗണ്ടിനും ഇപ്പോഴും അങ്ങോട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ എല്ലാവരും വെറുതെ വിടുക. എല്ലാവരും ഒന്ന് കണ്ടില്ല എന്ന് അടിക്കട്ടോ. അപ്പോൾ നമ്മൾ വാണിയമ്പാറ സെൻറ്ററിൽ കൂടിയാണ് പോവുക. ഇതിലേ പോയി നമ്മൾ പഴയന്നൂർ സെൻറ്ററിൽ നിന്ന് പിന്നെ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞ് നമുക്ക് പോവാം. റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് തിരുവല്ലാമല വഴിക്ക് പോവാം. ലെഫ്റ്റ് തിരിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേരെന്താ പറയുക എനിക്കറിയില്ല. അവിടെ പുതിയൊരു പാലമൊക്കെ പണിത്, എന്താണ് മറ്റേ കുത്താമ്പുള്ളി പുഴയുടെ മുകളിൽ കൂടെ പുതിയൊരു ബ്രിഡ്ജൊക്കെ വന്ന് നല്ലൊരു വഴി, അതും നമുക്ക് പോവാം. 2 വഴി കൂടി നമുക്ക് പോവാം. കിലോമീറ്റർ കുറവ് ലെഫ്റ്റ് തിരിഞ്ഞ് പോണതാ തോന്നുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി വൈബാ ഗൈസ്. 2 സൈഡും തേക്കും കൂപ്പൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമായിട്ട് ഇത്. നിങ്ങൾക്കിതിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ പറയുക. അത്ര ഭംഗിയാണത്. ഇതാണ് പഴയന്നൂർ സെൻറ്റർ. പഴയന്നൂർ കോഴിയമ്പലമാണ് ഇപ്പോൾ ഈ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ കോഴിയമ്പലം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പഴയന്നൂർ ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. പക്ഷേ അവിടെ നിറച്ച് കോഴിയാണ് ഗൈസ്. ഞാനൊരു വട്ടം കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഞാൻ അവിടെ കയറി തൊഴുതു. സത്യമായിട്ടും ഗൈസ്, കോഴിക്കാട്ടം ചവിട്ടിയിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് അന്നത്. നമ്മൾ അമ്പലത്തിൽ പോയി നമ്മുടെ ഭക്തി അങ്ങനെ ഒരു ഇതിലല്ലേ പോവുക. പക്ഷേ കോഴിക്കാട്ടം നടന്നിട്ട് ഒരു രക്ഷയിലായിരുന്നു. എനിക്ക് പേഴ്സണലി എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് ഇഷ്ടം അത് ഓരോരുത്തരുടെ വിശ്വാസവും കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതെനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ കണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ കുത്താമ്പുള്ളി പുഴയുടെ മുകളിൽ വന്നിട്ടുള്ള പുതിയ പാലം. ഇത് കടന്നിട്ടാണ് നമ്മൾ സുഭാഷിലേക്ക് പോവുക. നമ്മൾ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ പേഴ്സണലി ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് സുഭാഷ് ടെക്സ്റ്റൈൽസിലേക്കാണ്. അതെന്താ വെച്ചാൽ അച്ഛനും അവിടുത്തെ സുഭാഷ് ഏട്ടനും തമ്മിലൊരു 10-14 കൊല്ലത്തെ പരിചയമുണ്ട്. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് മുൻപ് നമ്മൾ കല്യാണത്തിനാണ് എന്താ പറയുക, വലിയ പർച്ചേസിങ് നമ്മൾ നടത്തിയിരിക്കുന്നത് കല്യാണത്തിനാണ്, ചേച്ചിയുടെയും എൻ്റെയൊക്കെ. അതല്ലെങ്കിൽ കൂടെ അതിന് മുൻപ് മുതലേ അച്ഛൻ എല്ലാ കൊല്ലം ഓണത്തിന് അവിടെ പോയിട്ടേ സാധനങ്ങൾ മേടിക്കും. അച്ഛനത് ഭയങ്കര നിർബന്ധം. അച്ഛൻ എന്താ വെച്ചാൽ ഈ കട അച്ഛന് ഭയങ്കര അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് ഈ സുഭാഷ് എന്ന് പറയുന്നത്. പിന്നെ അച്ഛൻ സുഭാഷ് ഏട്ടനായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഗൈസ് അതൊരു എന്താ പറയുക, ഒരു മായാലോകമാണ്. നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും സാരി, എന്താ പറയുക, എനിക്കത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അമ്മാതിരി എവിടെ തിരിഞ്ഞാലും സാരി മാത്രമേ ഉള്ളൂ.
സാരി ആയാലും സെറ്റുമുണ്ടായാലും എന്തെടുക്കണം നമ്മൾ ഈ പ്രാന്ത് പിടിച്ചോടുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതിനെക്കാട്ടിലും നല്ല സാരി അപ്പുറത്തിരിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. ഇന്ന് ഇലയ്ക്കുള്ള അവസ്ഥയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടി നടന്ന് തുണികൾ എടുക്കുമായിരുന്നു ഗൈസ്. ആരൊക്കെ എന്തൊക്കെ എടുത്തു എന്ന് ആർക്കും ഒരു പിടുത്തമില്ല. അതുപോലെ ഞങ്ങളെടുത്തു. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നാൾ ഒരു മാസം മുമ്പ് നമ്മൾ മറ്റേ ചിന്നക്കത്തൂർ അമ്പലത്തെ പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു സുഭാഷിൽ. അന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ അന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെറ്റും മുണ്ടായിട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ എനിക്കും ചേച്ചിക്കും അച്ഛൻ്റെ വക ഓണക്കോടിയായിട്ട് ഞങ്ങൾക്ക് അച്ഛൻ അന്ന് നമുക്ക് സെറ്റ് മുണ്ടെടുത്ത് തന്നായിരുന്നു എല്ലാവർക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് സെറ്റിൻ്റെ ഒന്നും വേണ്ട, നമുക്ക് ചുരിദാർ മതി എന്നുകൊണ്ട് ഞാനും ചേച്ചിയും ചുരിദാറായിട്ട് എടുത്തേ. അപ്പോൾ അതിനെ ചേച്ചീനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് അന്നൊക്കെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഒക്കെ പർച്ചേസിങ്ങിന് മുമ്പ് ഒരു കുഞ്ഞു കടയായിരുന്നു അവരുടെ വീടിൻ്റെ ഹാള്, വീടിൻ്റെ സിറ്റ് ഔട്ട്, അതിലൊക്കെ ഈ ചെറിയ ഷെൽഫുകൾ അടിച്ചിട്ട് അതിൽ തുണികളൊക്കെ വെച്ചിട്ട് പിന്നെ വീടിൻ്റെ ഒരു സൈഡിലും ചെറിയൊരു റൂമായിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ കട. ഇന്നിപ്പോൾ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ട് തന്നെ വയ്യാണ്ടാവും ഗൈസ്. അമ്മാതിരി വലിപ്പമാണ് കടയ്ക്ക്. എത്ര വീടിൻ്റെ മുകളിൽ തന്നെ 3 നിലയും കണ്ടുണ്ട്, 2 സൈഡിൽ വേറെ ഉണ്ട്. ധാവണിയുടെ സെക്ഷൻ ഒന്ന്, പിള്ളേരുടെ സെക്ഷൻ ഒന്ന്. അയ്യോ ആ നിലയ്ക്ക് നടന്ന് നമ്മുടെ പദം വരും ഗൈസ്. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് പിന്നെ സെറ്റ് മുണ്ടിൻ്റെ ഒരു മായിക ലോകമാണ്. ഏതെടുക്കണമെന്ന് സംശയം കാരണം എന്താ പറയുക, ഓടി നടക്കുക ഈ പ്രാന്ത്. പൊതുവേ പെണ്ണുങ്ങൾ ലേഡീസിന് തുണികളും ഗോൾഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊതുവേ ഈ പറഞ്ഞ പോലെയാണല്ലോ. ഇതതിൻ്റെ എക്സ്ട്രീം ലെവലായിരുന്നു. അമ്മൂമ്മയൊക്കെ എനിക്ക് പറയുമ്പോൾ തന്നെ ചിരി വരിക. അമ്മൂമ്മയും ചെറിയമ്മയും എല്ലാവരും ഞാനടക്കം. ഞാൻ ആർക്കും ഓണക്കോടി എടുത്തിട്ടില്ല. അച്ഛൻ്റെ വകയും ചെറിയമ്മയൊക്കെ അവരുടെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഞാൻ ചുമ്മാ അവരുടെ കൂടെ പോയതാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെപ്രാളവും ആകെപ്പാടെ തിരക്കും തകൃതിയായിരുന്നു ഗൈസ്. പിന്നെ എന്താ വെച്ചാൽ കുത്താമ്പുള്ളിയിൽ ഇപ്പോൾ സുഭാഷ് ടെക്സ്റ്റൈൽസിന് മാത്രം ഞാൻ അതിനെ എടുത്ത് പറയല്ല കേട്ടോ. ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് കുത്താമ്പുള്ളിയിൽ. ഇപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ ഷോപ്പ് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം. മേയർ ഹാൻഡ്ലൂംസ്, രാമചന്ദ്ര, സുഭാഷ്, ആർടെക്സ്, ഇഷ്ടം പോലെ കടകളുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ അതൊരു നെയ്ത്ത് ഗ്രാമമാണ്. എന്താ പറയുക, കുടിൽ വ്യവസായം പോലെ എല്ലാ വീട്ടിലും തുണിക്കടകളാണ്. അവരുടെ കൈത്തറി അങ്ങനെ നെയ്ത്ത് അതിൻ്റേതായിട്ട് എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് പ്രൊസീജിയർ അവിടെ. അപ്പോൾ ഇഷ്ടം പോലെ കടകൾ. ഇപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള കടകളിൽ കയറിയില്ലെങ്കിൽ കൂടെ ചെറിയ ചെറിയ കടകൾ വേറെ ധാരാളമുണ്ട്. എല്ലാ വീടിൻ്റെ മുറ്റത്തും കട തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലോ ബഡ്ജറ്റും മുതൽ ഏറ്റവും ഹൈ ബഡ്ജറ്റ് വരെയും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ തുണികളുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത് പറയണം. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ കുത്താമ്പുള്ളിനെ സംബന്ധിച്ചൊരു 10-14 കൊല്ലമായിട്ട് എനിക്ക് പരിചയമുള്ള കടയാണത്. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയില്ല കേട്ടോ. അതും ഉച്ചയായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വിശന്ന് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ അവിടെ ഒരു കുഞ്ഞൊരു അമ്പലം കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ഈ തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു അമ്പലം കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. ഇത് പിന്നെ പാലക്കാടൻ ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയുന്ന പോലെ പണ്ടത്തെ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ മാത്രമേ കാണുള്ളൂ. നമ്മുടെ തൃശ്ശൂരൊന്നും അങ്ങനെ ഇതിപ്പോൾ ഞാൻ കാണാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ആ വീട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വീടല്ലേ, പണ്ടത്തെ തറവാട്. ഈ പ്രൊസീജിയർ പിന്നെ എല്ലായിടത്തും കാണാം കേട്ടോ. തൃശ്ശൂരെന്നല്ല എല്ലാ നാട്ടിലും കാണാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണത്. കള്ളുപിടിച്ച് വഴിയിൽ കിടക്കണത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കാണുന്നൊരു കാര്യമാണത്. അത് കഴിഞ്ഞ് ഇത് വേറൊരു ഷോപ്പിൽ കയറിയത്. ഇത് ജാനിക്കും പാറൂന്നൊന്നും പട്ടുപാവട നമുക്ക് സുഭാഷിൽ നിന്ന് കിട്ടിയില്ല. അവരുടെ സൈസിനുള്ളത് സെറ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ARലും രാമചന്ദ്രയിലും കയറാമെന്ന് വെച്ച് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോന്നു. പക്ഷേ അതിന് മുമ്പൊരു ചെറിയ ഷോപ്പൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം തിരക്കേടില്ല അതൊരു കട കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറിയതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ തുണികളുടെ ഒരു ലോകമാണ് അത്. കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ എന്ത് സാധനങ്ങളുടെയും ഡ്രസ്സിനെ സംബന്ധിച്ച് അതൊരു ലോകമാണ്. അപ്പോൾ അവിടെ കയറി നമുക്ക് പിള്ളേരുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടി. ഇതാണ് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള AR ഹാൻഡ്ലൂംസ് എന്ന് പറയുന്ന കട. ഞാൻ പിന്നെ കഴിഞ്ഞ വർഷമായാലും ജാനിയുടെ സ്കൂളിൽ നിന്ന് PTയുടെ യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ARലും രാമചന്ദ്രയിലും ഒക്കെ വന്നതായിരുന്നു കേട്ടോ. സുഭാഷിൽ നിന്ന് തന്നെയാണ് നമ്മൾ അന്നും ലാസ്റ്റ് പർച്ചേസ് ചെയ്തത്. ARൽ നിന്ന് രാമചന്ദ്രനൊന്നും നമുക്കന്ന് കിട്ടിയില്ല. അപ്പോൾ യൂണിഫോം ഇത്ര എണ്ണം തികഞ്ഞ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സുഭാഷിൽ നിന്ന് എടുത്തത്. ഈ വഴി പോയാലാണ് നേരെ കാണുന്നതാണ് രാമചന്ദ്രയുടെ ഗോഡൗൺ. അതിൻ്റെ ഇവിടെ നിന്ന് ഇച്ചിരി കൂടി പോയാലാണ് ARൻ്റെ ഗോഡൗൺ. ഇത് ഇപ്പോൾ കുത്താമ്പുള്ളിയിലുള്ളതിൽ വെച്ച് ഏറ്റവും തിരക്കുള്ള കട ARും രാമചന്ദ്രയും സുഭാഷും ആർടെക്കുമാണ്. ഇവർ 4 ഷോപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയത്. അതുകൊണ്ട് തന്നെ ഈ 4 ഷോപ്പിലാണ് തിരക്ക്. ഇതാണ് രാമചന്ദ്രയുടെ കട കേട്ടോ.
കട ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഈ കടയുടെ ബാക്കിലേക്ക് ഇഷ്ടം പോലെ വലിപ്പമുണ്ട് കേട്ടോ, നല്ല കടയാണ്. പിന്നെ ഞാൻ കൂടുതലും രാമചന്ദ്രനും സുഭാഷിൽ നിന്നും അത്യാവശ്യം ഓൺലൈൻ പർച്ചേസിങ്ങും ചെയ്യുന്ന ഒരാളാണ്. സാരി തന്നെയാണ് ഞാൻ കൂടുതലും മേടിക്കുക. ഞാൻ എനിക്കായിട്ട് മേടിക്കും, അമ്മ അത് ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. മേടിക്കണത് എനിക്കായിരിക്കും, ഉപയോഗിക്കണത് അമ്മയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടത് ഭാരതപ്പുഴയാണ്. ഇതിൻ്റെ ഈ സമീപത്താണ് നമ്മുടെ മറ്റേ പാമ്പാടി അയ്യപ്പൻ മഠമില്ലേ, നമ്മൾ ഹിന്ദു ആചാരപ്രകാരം ആൾക്കാരെ സംസ്കരിക്കുന്നതും അവരുടെ ക്രിയയും കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം. ഇത് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ തേക്കുംകൂപ്പിൻ്റെ അവിടെ എത്തി. എന്താ ഒരു ഭംഗിയെന്ന് നോക്കിയേ. ഇതാവും ആ സിനിമയിൽ പറയുന്ന മറ്റേ പച്ചപ്പും ഹരിതാഭയും എന്ന് പറയുന്ന സംഭവം ഇതാന്ന് തോന്നുന്നു. അത്ര ഭംഗിയായിരുന്നു കാണാൻ. എന്താ ഇതിനൊന്നും എങ്ങനെയാണ് പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നറിയില്ല, അത്ര അധികം ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ. പാലക്കാടേക്ക് കടന്നാലാണ് നമുക്ക് ഇങ്ങനെ കൂടുതലും കാണാം കേട്ടോ, വയൽ, മറ്റേ കരിമ്പൻ, അങ്ങനെ സംഭവങ്ങളൊക്കെ. ഇത് നമ്മുടെ ഇളനാടിൻ്റെ അവരുടെ ഫാക്ടറിയാണ് കേട്ടോ. ഇളനാട് പാല്, തൈര്, അവരുടെ നെയ്യ്, എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണല്ലോ ഇളനാട്. ഇത് അവരുടെ ഫാക്ടറിയാണ്. ഇത് നമുക്ക് ഇളനാട് സെൻറ്ററിൽ എന്ന് പറയില്ല, ഇളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ ഫാക്ടറി. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പേര് ഇളനാട് എന്നുള്ള ബ്രാൻഡായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളും, അതിൻ്റെ അരങ്ങും തോരണം ചാർത്തിലൊക്കെ ആയിട്ട് അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. എല്ലായിടത്തും ഇതിൻ്റെ തിരക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചി അവിടെ എത്തിയും ചോദിച്ച് വിളിച്ചപ്പോൾ അവൾ ഫ്ലാറ്റിലേക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവളോടൊക്കെ ഇങ്ങനെ കുറേ കത്തിയടിച്ച് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയോട് നീ കുറച്ചായില്ലേ കണ്ടിട്ട്, നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ച് നമ്മളങ്ങനെ തിരിച്ചു പോരാണ്. തിരിച്ചു പോകുന്നില്ല, തുരങ്കത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും വീണ്ടും വിശന്നു. സംഭവം ഉച്ചയ്ക്ക് എല്ലാവരും അച്ഛനും അമ്മയും കുഞ്ഞച്ഛനും അമ്മൂമ്മയും ചോറുണ്ടു. ഞാനും ചെറിയമ്മയും ജാനിയും പൊറോട്ടയായിരുന്നു കഴിച്ചത് കേട്ടോ. പൊറോട്ടയും ഗ്രീൻ പീസ് കറിയായിരുന്നു കഴിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് വീണ്ടും വിശന്നു ഗൈസ്. നമുക്കത് പിന്നെ സ്വാഭാവികം അങ്ങനെയാണല്ലോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ വിശപ്പ് കൂടുമല്ലോ. കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്തൊരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ സ്ലോവിലിട്ട് കാണിച്ചിരുന്നത്. കുഞ്ഞിതാണെങ്കിലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ നമ്മുടെ സ്ഥിരം ഷോപ്പായ അന്ന ബേക്കറി, കല്ലടിക്കിലുള്ള അന്ന ബേക്കറിയിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമ്മൾ ചായയും ഒരു ചെറിയ കടിയും അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നുള്ളൂ. കാരണം പൊറോട്ട കഴിച്ചത് വിശപ്പ് എന്താ പറയുക ദഹിച്ചിട്ടൊന്നുമല്ല, എങ്കിൽ പോലും പുറത്തിറങ്ങുമ്പോൾ പൊതുവേ നമുക്കൊരു വിശപ്പിൻ്റെ സ്ഥിതി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയതായിരുന്നു. പിന്നെ ഈ ബേക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഇപ്പോൾ തുണിക്കടേനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കിട്ടുക. ഞാൻ വീട്ടിൽ എന്തൊരു ഫംഗ്ഷനും കേക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മാത്രം ഓർഡർ ചെയ്യുള്ളൂ. അത്രയും ഫ്രഷ് ആയിട്ട് അവർ ചെയ്തു തരും കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്പാണിത്. കേക്കൊക്കെ പക്കയായിരിക്കും, അടിപൊളി ടേസ്റ്റും. മുട്ട ഉണ്ടാട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ ഞാനൊരു സുഖിയനും പിന്നെന്താ ഉപ്പ് സോഡയാണ് കേട്ടോ കഴിച്ചത്. ബാക്കി എല്ലാവരും ചായയാണ് കഴിച്ചത്. എനിക്ക് പിന്നെ പുറത്തിറങ്ങിയ ചായ കുടിക്കാൻ എനിക്ക് ചായ നല്ലോണം ചൂടാറണം. അപ്പോൾ ഞാൻ ചായ കുടിക്കായിരുന്നു. ഇവരൊക്കെ തിരിച്ച് വീട്ടിലെത്തിയാലും എൻ്റെ ചായ കുടിച്ച് കഴിയില്ല. അപ്പോൾ ഞാനൊരു ഉപ്പ് സോഡയെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ജാനിക്കായിട്ട് കുറച്ച് തോട്ടിക്കിട്ട് പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാട്ടിന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയി പച്ചൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലിരുന്നായിരുന്നു. അപ്പോൾ അത് അവൾ ചേച്ചി ചെല്ലാൻ പറഞ്ഞപ്പോൾ അതെടുക്കാൻ വേണ്ടി വീട്ടിൽ കയറി. പിന്നെ ഇതാ ഞങ്ങൾ വീണ്ടും പോവാണ്. ഇത് ജാനിയുടെ സ്കൂൾ ബസ്സാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. ജാനി സ്കൂളിൽ പോകാണ്ടാണ് കുത്താമ്പുള്ളിക്ക് തുണി എടുക്കാൻ പോയതേ. സ്കൂളിൽ പറയാൻ പറ്റുമോ ഇത്? അതങ്ങനെ അത് അമ്മൂമ്മളോടെ എത്തി. അമ്മൂമ്മനെയും ചെറിയമ്മനെയും കുഞ്ഞച്ഛനെയും ഇവിടെ ഇറക്കി ഇനി നമ്മൾ തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. ഇനി നമ്മൾ ചേച്ചിയുടെ അടുത്ത് ചെന്ന് അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങി. കാരണം ചേച്ചി ഗുരുവായൂർക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്നേക്കണ കാരണം ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ അമ്മയുടെ ഒക്കത്തിരിക്കണത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്, പച്ചരിയാണ് കഴിച്ചത്. ചേച്ചിക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരി കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാണ് ചേച്ചിയുടെ മൂത്തതും താഴെയുള്ളതും മോൻ. ആയിരിക്കുന്നതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഞാൻ കാണിച്ചു തന്നൂടി ഇന്നാളത്തെ വീഡിയോയിൽ. അങ്ങനെ നമ്മൾ ചേച്ചിയോടെ കുറച്ച് പേരായിരുന്നു. ഞാൻ പറഞ്ഞില്ല വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കവർ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. നമ്മൾ ചെന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം വെച്ചാൽ ഞാൻ മാത്രം ഒരു ബർഗർ കഴിച്ചു, ചേച്ചി ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ കുറച്ച് പേരിന്ന് നമ്മൾ പോന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.